എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിലാഹാരം മുടങ്ങുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും ആയവൻ വാഴ്ത്തപ്പെട്ട. ഇവിടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയാം അനുഗ്രഹിച്ചിരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കാൻ പോവെന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് പാപത്തിൽ നിന്ന് വേർപെട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകി നീതീകരിക്കപ്പെടുമ്പോൾ ഒരു ദൈവ പൈതലായിത്തീരുമ്പോൾ അവർ അനുഗ്രഹത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് അവകാശിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നാം ജീവിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൽ നമുക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളതുപോലെ തന്നെ സ്വർഗീയ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു രാജാതിരാജാവും കർത്താവുമായ രാജ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന രാജ്യത്തിൽ നാം പ്രവേശിക്കുമ്പോൾ വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ആത്മീക രാജ്യത്തിലെ, ആ സ്വർഗീയ രാജ്യത്തിലെ അനുഗ്രഹത്തിന് അവകാശിയായി മാറുകയാണ്. നമ്മെ ഇനി അനുഗ്രഹിക്കാൻ പോകുന്നു എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞു. അതിന് വേണ്ട വില ദൈവം കൊടുത്തു. നാം അത് സ്വീകരിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടിയാ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പറയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം ഒന്നും കുറവില്ലാതെ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ പറയാണ് യേശുവിനെ അയച്ചത് തന്നെ നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു ഭവനത്തിൽ വരുമ്പോൾ അവിടെ ശാപം മാറി, വിഷയങ്ങൾ മാറി, രോഗങ്ങൾ മാറി അവരനുഗ്രഹിക്കപ്പെടുകയാണ്. അവരുടെ വിഷയങ്ങൾക്കൊരു വിടുതലുണ്ടാകുകയാണ്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരുക. എങ്ങനെ? സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനം. കൃപ എന്ന് പറയുന്ന അർഹിക്കാത്ത ആനുകൂല്യമാണ്, അനുഗ്രഹമാണ്. നമ്മളൊരിക്കലും അർഹിക്കാൻ പറ്റുന്ന സാധനമല്ല,
അതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപയുടെ അത്യന്തധനത്തെ. അപ്പം ദൈവം നമുക്ക് തരുന്നതെല്ലാം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, കൃപയാലാണ്. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം നമ്മോട് ഒരിക്കലും പകരം ചെയ്യുന്നില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത്. അപ്പം ഇനിയും കാണിക്കേണ്ടതിന് എന്ത് ചെയ്യാണ്? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയേക്കുന്നത്? സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? പറയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. കൃപയാൽ, ഇത് നമ്മുടെ പ്രവൃത്തിയൊന്നും അല്ല, കൃപയാൽ നമ്മൾ വിശ്വാസം മൂലം, യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന മുഖാന്തരം നമ്മൾ ഈ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക്, ഈ അനുഗ്രഹത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിനെതിരേടിയ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ ഇങ്ങനെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. എന്നിട്ട് പറയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ തന്നെ നാം ഈ അനുഗ്രഹത്തിലേക്ക്, ഈ സന്തോഷകരമായ ജീവിത അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1 പത്രോസ് 1:3 ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിനു സ്തോത്രം. അവൻ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിൻ്റെ പുനരുത്ഥാനത്താൽ, എങ്ങനെയാ? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിക്കും. ഇപ്പം നമ്മുടെ അവകാശം ഇതല്ല, ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ അവകാശം. അതിനുവേണ്ടി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 1:3 അതോടെ വായിക്കാം. 2 കൊരിന്ത്യർ 1:3 മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഇന്ന് കൃപാസനം മുൻപാകെ വരുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം കൃപയാൽ ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ, അത് വിശ്വാസത്താൽ പ്രാപിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.